Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. തുനീഷ്യയിലെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 2011 അറബ് ലോകത്താകമാനം മാറ്റം വരുത്തിയ സാമൂഹിക, രാഷ്ട്രീയ, മത, സാംസ്കാരിക, ഭൗതിക മേഖലകളിൽ അടക്കം മാറ്റം വരുത്തിയ, അതുപോലെ തന്നെ അറബ് ലോകത്തെക്കുറിച്ച് തന്നെ പാശ്ചാത്യ ലോകത്തും ഏഷ്യയിലെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ധാരണകൾ തിരുത്താൻ കാരണമായ വിപ്ലവത്തിന് നാന്ദി കുറിച്ച പ്രദേശമാണ് തുനീഷ്യ. ആ തുനീഷ്യ 2011 ശേഷം അവിടെ നടന്ന ഇലക്ഷനിൽ അന്നഹ്ദ പാർട്ടി ഏകദേശം 40% വോട്ടോടുകൂടി ഭരണത്തിലേറുകയും ഒരു താരതമ്യേന സുസ്ഥിരമായ ഒരു ഭരണം രൂപീകരിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിരുന്നു. ഇത് തുനീഷ്യയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു അത്. കാരണം അതിനുശേഷം ലോകത്താകമാനം, പ്രത്യേകിച്ച് അറബ് ലോകത്താകമാനം ഉണ്ടായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിലെല്ലാം സംഭവിച്ച പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ നാളുകളാണ് കടന്നുപോയത്. അത് ഈജിപ്തിലേക്ക് കടന്നു വന്നു. ഈജിപ്തിലും സ്വാഭാവികമായും ഇലക്ഷൻ വന്നു. ജനങ്ങൾ ഒരു സിവിലിയൻ ഭരണകൂടത്തെ തെരഞ്ഞെടുത്തു. ആ സിവിലിയൻ ഭരണകൂടത്തിന് മുഹമ്മദ് മോർസിയുടെ നേതൃത്വത്തിലുള്ള ഇഖ്വാൻ മുസ്ലിമിന്റെ നേതൃത്വത്തിലുള്ള ആ ഭരണകൂടം ഏകദേശം 1.5 വർഷത്തിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സ്വാഭാവികമായും ഏതവസ്ഥയിലാണോ ഈജിപ്റ്റ് ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തന്നെ ഈജിപ്റ്റ് തിരിച്ച് മടങ്ങി പോവുക തന്നെ ചെയ്തു. ഇപ്പോഴും ആ അവസ്ഥ തുടരുകയാണ് ചെയ്യുന്നത്. അതോടും കൂടി ഈജിപ്തിന് ശേഷം ഉണ്ടായിരുന്ന വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ, ഗൾഫ് രാഷ്ട്രങ്ങളാവട്ടെ, അവിടുത്തെ സമ്മർദ്ദങ്ങളും റിഫോം പാക്കേജുകളും പ്രഖ്യാപിച്ച് അവിടെയും ചില മാറ്റങ്ങൾ ഉണ്ടായി. ഭരണതലത്തിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. യമനിൽ അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടു. ലിബിയയിലും അതുപോലെ തന്നെ അടക്കമുള്ള ഏകദേശം എല്ലാ രാഷ്ട്രങ്ങളിലും കൂട്ടക്കൊലകളും യുദ്ധങ്ങളും നടമാടുന്ന ഒരു പശ്ചാത്തലമാണ്. ഇന്ന് യമനിലും അതുപോലെ തന്നെ ലിബിയ, സിറിയ എന്നീ 3 പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ആഭ്യന്തര കലാപം, സായുധപരമായ കലാപങ്ങൾ ശക്തമായ പ്രദേശങ്ങളാണ് ഈ യമൻ, അതുപോലെ ലിബിയ, സിറിയ തുടങ്ങിയ പ്രദേശങ്ങൾ. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം രൂപീകരിച്ചത്, അതുണ്ടായത് തുനീഷ്യയിലാണ്. തുനീഷ്യയുടെ ഈ പശ്ചാത്തലത്തിൽ അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരായ രാഷ്ട്രീയ പാർട്ടി അതും അന്നഹ്ദ പാർട്ടി തന്നെയാണ്. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അറബ് സ്പ്രിങ്ങിൽ ഇസ്ലാമിക സംഘടനകൾക്ക് റോൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. റാഷിദ് ഖന്നൂഷിന് വ്യക്തമായ ഒരു മറുപടി കൊടുത്തത്, സ്വാഭാവികമായും അറബ് വസന്ത പശ്ചാത്തലത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ അന്നഹ്ദ പാർട്ടിയുടെ പ്രവർത്തകരും പങ്കെടുത്തിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ 2011 ശേഷമുള്ള പിന്നീട് നടന്ന പല ഇന്റർവ്യൂകളിലും അദ്ദേഹം അത് എടുത്ത് പറയുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനിൽ ഏകദേശം 22 വർഷക്കാലോളം ബ്രിട്ടനിൽ അഭയം തേടി വന്ന, 6 വർഷങ്ങളടക്കം ജയിലിൽ കഴിയേണ്ടി വന്ന റാഷിദ് ഖന്നൂഷിക്ക് തിരിച്ച് ഭംഗിയായി സ്വതന്ത്രമായി തുനീഷ്യയിലേക്ക് തിരിച്ചു വരികയും അവിടുത്തെ ഭരണകൂട നിർമ്മാണത്തിൽ ശ്രദ്ധേയമായി റോള് വഹിക്കാൻ കാരണമാവുന്ന ഒരു പശ്ചാത്തലവും കൂടി അറബ് സ്പ്രിംഗ് ഒരുക്കുന്നുണ്ട്. അത് ജാസ്മിൻ റവല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന തുനീഷ്യയിൽ നടന്ന റവല്യൂഷൻ ഒരുക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിന് ശേഷം 2014 നടന്ന ഇലക്ഷന് ശേഷം സ്വാഭാവികമായും നല്ലൊരു ഭരണകൂടം കാഴ്ചവെക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഉദാഹരണം കവാക്കിബി അടക്കമുള്ള പണ്ഡിതന്മാർ ഏകാധിപത്യത്തെ കുറിച്ച് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റില്, കുറെ കാലം സ്വേച്ഛാധിപത്യം ഭരിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്ന നാടുകളിൽ അത് കുറെ കാലത്തേക്കും കൂടി ആ സ്വേച്ഛാധിപത്യത്തിന്റെ അധികാരം മാറിക്കഴിഞ്ഞാൽ പോലും കുറച്ചു കാലവും കൂടി സ്വേച്ഛാധിപത്യം ഉണ്ടാക്കിയെടുത്ത പ്രവണതകൾ, ചലനങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ ആ രാഷ്ട്രത്തിൽ ബാക്കിയാവുക തന്നെ ചെയ്യും. അത് സാമൂഹ്യ തലത്തിലാവട്ടെ, സാംസ്കാരിക തലത്തിലാവട്ടെ, രാഷ്ട്രീയ ഭരണ നിയമ നിർമ്മാണ മേഖലകളിലെല്ലാത്തിലും
ആ ഒരു ഏകാധിപത്യത്തിന്റെ അവശിഷ്ടങ്ങൾ ബാക്കിയാവും. അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉടൻ തന്നെ ബാക്കിയാവും. അഴിമതിയാവട്ടെ, അതുപോലെ തന്നെ ഫേവറിറ്റിസം ആവട്ടെ, സ്വജനത പക്ഷപാതിത്വമാവട്ടെ, അതുപോലെ തന്നെ മോശമായ രീതിയിലുള്ള തരത്തിലുള്ള സകലവിധ അലയൻസും കൊളാബറേഷനും എല്ലാം അതുപോലെ തന്നെ ബാക്കിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം നോട്ട് ചെയ്തിരുന്നു. അത് തന്നെയാണ് ഈ നമ്മൾ തുനീഷ്യയിലും പിന്നീട് ഈജിപ്തിലും എല്ലാം കണ്ടത്. അതുകൊണ്ട് തന്നെ അന്നഹ്ദ പാർട്ടിക്കും അവിടെ ഈജിപ്തിലാവട്ടെ, ഇഖ്വാൻ ആവട്ടെ, ഇവിടെ അന്നഹ്ദ പാർട്ടിക്കാവട്ടെ, അവർക്കൊക്കെ ഒരു സ്വതന്ത്രമായ ഭരണം കൊണ്ടു നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല. തൊട്ടടുത്ത വർഷം തന്നെ 2014 ഇലക്ഷൻ നടക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. 2014 ഇലക്ഷൻ സ്വാഭാവികമായും ഇഖ്വാൻ അവിടെ അന്നഹ്ദ പാർട്ടി പരാജയപ്പെടുകയും അവിടെ ഈ 2011-14 വരെയുള്ള കാലഘട്ടങ്ങളിൽ തുനീഷ്യയിൽ രൂപപ്പെട്ട നിദാ തുനീസ് എന്ന് വിളിക്കപ്പെടുന്ന മുൻകാലങ്ങളിലെ സെക്കുലർ, ലിബറൽ അടക്കമുള്ള വിവിധ അന്നഹ്ദ വിരുദ്ധരായ അല്ലെങ്കിൽ ഓപ്പോസിഷണൽ പൊസിഷനുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് നിദാ തുനീസ്, കോൾ തുനീഷ്യ എന്നുള്ള അർത്ഥത്തിലുള്ള നിദാ തുനീസ് എന്നുള്ള സംഘടന രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് പ്രസിഡന്റ് ആയിരുന്ന സബ്സി, ജാഹിദ് സബ്സിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് അത് ജയിക്കുകയും പിന്നീട് അദ്ദേഹം അവിടെ ഭരണത്തിലേറുകയും ചെയ്യുന്നുണ്ട്. ഈ സബ്സിയുടെ കാലഘട്ടത്തിലെ ഭരണകൂടം സ്വാഭാവികമായും തുനീഷ്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ നിർണായകമായിരുന്നു. മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഒരു ഭരണതലത്തിൽ അദ്ദേഹം ഏറെക്കുറെ സെക്കുലർ പെർസ്പെക്റ്റീവിലുള്ള സംവിധാനങ്ങളും ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഈ ഒരു ഇലക്ഷനിൽ സ്വാഭാവികമായും അന്നഹ്ദ പാർട്ടി 2ാം സ്ഥാനത്തേക്ക് പിൻവാങ്ങപ്പെട്ടു. അത് അന്നഹ്ദ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മോശമായി അവർ കണ്ടില്ല എന്നുള്ളത് വളരെ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതൊരു മത്സരമാണെങ്കിലും ആ മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തുക, ജയിക്കുന്നവനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുക. അവന്റെ അധികാരവും അവന്റെ പവറും അവന്റെ അതോറിറ്റിയും അല്ലെങ്കിൽ ആ കൂട്ടരുടെ അതോറിറ്റിയും അധികാരവും പവറും അവരുടെ മുൻകാലങ്ങളിലുള്ള പദ്ധതികളും എല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യുക. എന്നാൽ തുനീഷ്യയുടെ പശ്ചാത്തലത്തിൽ അന്നഹ്ദ പാർട്ടി 2ാം സ്ഥാനത്തേക്ക് വന്നത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് അന്നഹ്ദ പാർട്ടി തന്നെയാണ് എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ 2014 കാലഘട്ടത്തിൽ നടന്ന നിരൂപണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. എന്തുകൊണ്ടാണ് അന്നഹ്ദ പാർട്ടി ആ 2ാം സ്ഥാനത്ത് എത്തിയതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചത് എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം റാഷിദ് ഗന്നൂഷി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ പൊളിറ്റിക്കൽ പ്ലൂറലിസം എന്നുള്ള കൺസെപ്റ്റാണ്, താദുദിയ എന്ന കൺസെപ്റ്റാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയായി മുന്നോട്ട് വെക്കുന്നത്. ഒരു ബഹുമുഖ രാഷ്ട്രീയ ഭാവനയാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ ഇത് ജയിക്കുന്ന 2ാം സ്ഥാനത്തേക്ക് എത്തിയതിനെ അദ്ദേഹം ആ രീതിയിലാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും ഈ 2ാം സ്ഥാനത്ത് എത്തിയത് കൊണ്ട് ഒരു സഖ്യ ഭരണകൂടം രൂപീകരിക്കാനുള്ള സാധ്യത അവിടെ ഒരുങ്ങിയിരുന്നു. 1ാം സ്ഥാനത്തേക്കെങ്ങാനും എത്തിയിരുന്നുവെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം 2011 ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ ജയിക്കുകയും വീണ്ടും 2014 നടത്തിയ ഇലക്ഷനിൽ വീണ്ടും അവർ ആ സ്ഥാനത്തിലേക്ക് ജയിക്കുകയും ചെയ്യുമെങ്കിൽ അറബ് ലോകത്തെയും തുനീഷ്യയിലെയും അറബ് ലോകത്തെയും ആഫ്രിക്കൻ യൂണിയനിലെയും അതുപോലെ തന്നെ യൂറോപ്യൻ അടക്കമുള്ള എല്ലാ മേഖലകളിലുമുള്ള തത്പര കക്ഷികൾ, അന്നഹ്ദ വിരുദ്ധരായ കക്ഷികൾ അല്ലെങ്കിൽ ഇഖ്വാനി ആശയത്തിന്റെ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കക്ഷികൾ എല്ലാവരും സ്വാഭാവികമായും ഇതൊരു സ്വേച്ഛാധിപത്യം എന്ന നിലയിലും അധികാരത്തിന്റെ ദുരുപയോഗം എന്ന നിലയിലും അതുപോലെ തന്നെ അഴിമതി കാണിച്ചുകൊണ്ടും ബ്രൈബറി കാണിച്ചുകൊണ്ടും എന്നുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നു എന്ന് റാഷിദ് ഗന്നൂഷി തന്നെ അവലോകനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 2014 കാലഘട്ടത്തിൽ അറിയപ്പെട്ട അറബ് നിരീക്ഷകനായ ഫഹ്മി ഹുബൈദി അദ്ദേഹത്തിന്റെ ഒരു നിരൂപണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് 2014 ഈ ഇലക്ഷനിൽ 2ാം സ്ഥാനത്തെത്തിയത്, എനിക്ക് അതിനൊറ്റ സന്തോഷമാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. കാരണം
അന്നഹദ പാർട്ടിക്ക് ഈ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് 2014 ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇലക്ഷനിൽ അവർ പരാജയപ്പെട്ടേക്കാം, പക്ഷെ അവർ പൊതുജന മനസ്സുകളിൽ കൂടുതൽ ആദരവ് നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, അന്നഹദ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സിവിൽ സ്റ്റേറ്റ്, ഒരു പൗരരാഷ്ട്ര സങ്കല്പത്തെ അതിൽ പങ്കെടുക്കുവാനും അതിനെ കൂടുതൽ മുന്നോട്ട് നയിക്കുവാനും അന്നഹദ പാർട്ടിക്ക് ഇനി കൂടുതൽ സാധ്യത ലഭിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അന്നഹദ പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഞാൻ ഈ പറയുന്ന പോയിന്റുകളെല്ലാം റാഷിദ് ഖന്നൂഷിയുടെ ഫിലോസഫി, പൊളിറ്റിക്കൽ ഫിലോസഫി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കാണുവാൻ കഴിയും. ആ ഫിലോസഫിയെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇലക്ഷനിൽ പരാജയപ്പെട്ടത് പോസിറ്റീവായിട്ടാണ് ഇദ്ദേഹം ഫഹ്മി ഹുവൈദി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ്, സ്വാഭാവികമായും അന്നഹദ പാർട്ടി ഇലക്ഷനിൽ അന്ന് അറബ് റവല്യൂഷന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെയും തുടരുന്ന ആ പൊസിഷൻ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ സെക്കുലർ പാർട്ടികളുമായും ഓപ്പോസിഷണൽ പാർട്ടികളുമായും ഭരണകൂട നിർമ്മാണത്തിൽ പങ്കാളിത്തം ഉണ്ടാവുകയും ഒരുമിച്ച് ഒരു കൊളാബറേഷൻ, ഒരു അലയൻസ് ഉണ്ടായി ഭരിക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യുക എന്നുള്ള ഒരു ആശയം, അത് ഇനി ഈ ഇലക്ഷനിൽ കൂടി അവർക്ക് കഴിയുമെന്നാണ് ഇദ്ദേഹം എണ്ണി പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഡെമോക്രാറ്റിക് വാല്യൂസിനെ ഉയർത്തിപ്പിടിക്കുവാൻ അന്നഹദ പാർട്ടിക്ക് കഴിയും. അതുപോലെ തന്നെ വിവിധ അന്നഹദ പാർട്ടി എന്നത് പാർട്ടിനേക്കാളും രാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റിനാണ് മുന്നിൽ വെക്കുന്നത്. ഇപ്പം അന്നഹദ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായ അബ്ദുൽ ഫത്താഹ് മോറോ അടക്കമുള്ള, അതേപോലെ തന്നെ റാഷിദ് ഖന്നൂഷി അടക്കമുള്ള പ്രധാനപ്പെട്ട നഹദ പാർട്ടി നേതാക്കന്മാരൊക്കെ അറബ് റവല്യൂഷന് ശേഷം ഉണ്ടായ പാർട്ടി മീറ്റിംഗിലും അവരുടെ രചനകളിലും എല്ലാം എപ്പോഴും എടുത്തു പറയുന്നത് സ്റ്റേറ്റ് ഫസ്റ്റ്, വത്തൻ എന്നത് ആദ്യമാണ്, പാർട്ടി പിന്നീടാണ്, സംഘടന ഹർക്കത്ത് പിന്നീടാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത്. അതുകൊണ്ട് സംഘടനയുടെ ലക്ഷ്യങ്ങളെക്കാളും രാഷ്ട്രത്തിന്റെ സുസ്ഥിരതയും അഖണ്ഡതയും ഇന്റഗ്രിറ്റിയും അത് ഉദ്ഗ്രഥനവും സംരക്ഷിച്ചു നിർത്തുക, അതുപോലെ തന്നെ ഇലക്ഷനിൽ ജയിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അത് പരാജയപ്പെട്ടതിലൂടെ സംരക്ഷിക്കാം എന്ന് അവര് കരുതുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് ജാസ്മിൻ റെവല്യൂഷൻ ഉണ്ടാക്കിയെടുത്ത, തുനീഷ്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത റെവല്യൂഷനെ സംരക്ഷിച്ചു നിർത്തുക എന്നത് ഒരു പാർട്ടി പോളിസിയായി കരുതിയത് കൊണ്ട് തന്നെ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ വത്തൻ, അതായത് തുനീഷ്യ എന്നതിന് പ്രാമുഖ്യം കൊടുക്കണമെന്ന് 2014 ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നുണ്ട്. റാഷിദ് ഖന്നൂഷി ഈ ഒരു സമയത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, മെജോറിറ്റി ഡെമോക്രസി. നമുക്കറിയാം ഈ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലുള്ള ഡെമോക്രാറ്റിക് രാഷ്ട്രീയ സങ്കല്പം, മെജോറിറ്റി ഡെമോക്രസി എന്നത് അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ശൈത്താനായി മാറുന്ന സാഹചര്യം ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനേക്കാളും ആ മെജോറിറ്റി ഡെമോക്രസിയേക്കാളും ഒരു പങ്കാളിത്ത രാഷ്ട്രീയ ഭാവനയാണ് വേണ്ടതെന്ന് അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അറബ് സ്പ്രിങ്ങിന് ശേഷമുള്ള ജാസ്മിൻ റവല്യൂഷനാനന്തര പശ്ചാത്തലത്തിലുള്ള തുനീഷ്യയ്ക്ക് പങ്കാളിത്ത രാഷ്ട്രീയമാണ് കൂടുതൽ വേണ്ടതെന്നും അതുകൊണ്ട് തന്നെ അലയൻസ്, ഈ ഒരു പൊളിറ്റിക്കൽ അലയൻസ് നിർബന്ധമാണെന്നും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് തുനീഷ്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇപ്പം നമ്മുടെ ഷാത്തിബി അടക്കമുള്ള ആൾക്കാരുടെ ഫിലോസഫിയൊക്കെ, അതായത് ഈ മക്കാസിദ് ശരിയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഫഹ്മി ഹുവൈദി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് സമന്വയം, ഒരു രാഷ്ട്രീയ സമന്വയം, കൂടുതൽ ഒരു അധികാരം കിട്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി പല്ലുപിടിക്കുന്നതിനേക്കാളും തല്ലുകൂടുന്നതിനേക്കാളും ഒരു സമന്വയം രൂപപ്പെടുത്തുകയും അതിലൂടെ ഒരു രാഷ്ട്രീയപരമായ സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി രൂപീകരിക്കുകയും ചെയ്യുന്നത് മക്കാസിദ് ശരിയയുടെ ഒരു ഭാഗമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് റാഷിദ് ഖന്നൂഷിയുടെ അല്ലെങ്കിൽ നെഹ്ദ പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഫഹ്മി ഹുവൈദി ആ ഒരു സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ അനലൈസ് നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് 2016 ഇതുപോലെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തുനീഷ്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് 2014 റാഷിദ് ഖന്നൂഷിയും അന്നഹദ പാർട്ടിയും അവരുടെ പാർട്ടി കോൺഗ്രസിൽ വെച്ച്
ആ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടിക്കാർ മാത്രമായിരുന്നില്ല. മർസൂഖി അടക്കമുള്ള മുൻകാല നേതാക്കന്മാർ ദസ്തൂർ, അതായത് ഈ ബുർഗൈബിയുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന ദസ്തൂർ, അവിടുത്തെ സെക്യുലർ അൾട്രാ സെക്യുലർ ഭരണകക്ഷിയായിരുന്ന ദസ്തൂർ, അതിന്റെ നേതാക്കന്മാർ, നിദാ തുനീസിന്റെ നേതാക്കന്മാർ, സബ്ജി അടക്കമുള്ള വിവിധ നേതാക്കന്മാരുടെ സാഹചര്യത്തിൽ വെച്ചിട്ടാണ് റാഷിദ് ഖന്നൂഷി പ്രഖ്യാപിക്കുന്നത് ഇനി മുതൽ അന്നഹദ പാർട്ടിക്ക് ഒരു ദഅവത്തി മുഖം ഉണ്ടാവുകയില്ല, ഒരു ഇസ്ലാഹി മുഖം. അതായത് ഒരു മുസ്ലിം സൊസൈറ്റിയുടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് സംഘടനയിൽ നിന്ന് അന്നഹദ പാർട്ടി ഒരു പൊളിറ്റിക്കൽ സിവിൽ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റ് മുന്നിൽ വെക്കുന്ന, പൊളിറ്റിക്കൽ പ്ലൂറലിസം എന്നുള്ള കൺസെപ്റ്റ് മുന്നിൽ വെക്കുന്ന ഒരു ഷൂറ, ഒരു കൂടിയാലോചന, ഡിസിഷൻ മേക്കിങ്ങിൽ പൗരന്മാർക്ക് എല്ലാവർക്കും സാധ്യതയുള്ള, പങ്കാളിത്തമുള്ള ഒരു ഭാവന, രാഷ്ട്രീയ ഭാവന മുന്നിൽ വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഒരു പരിവർത്തനത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഇതിന് അറബ് ലോകത്തും പുറത്തുമുള്ള എല്ലാവരും ഒരു തമാശയോടും അതുപോലെ തന്നെ പരിഹാസത്തോടും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള പദം ഉപയോഗിച്ച് അതിന്റെ എൻഡായി, അന്ത്യമായിട്ടാണ് ഇതൊക്കെ ചിത്രീകരിച്ചത്. റാഷിദ് ഖന്നൂഷി പറയുന്നത് ഇതൊന്നും അങ്ങനെയുള്ളതല്ല. ഞങ്ങൾ ഇസ്ലാം, അദ്ദേഹം പറയുന്നത് പാർട്ടിയെയും അന്നഹദയെയും ഇസ്ലാമിനെയും രണ്ടായി വേർതിരിക്കുകയാണ്. ഇസ്ലാം എന്നത് ഷുമൂലിയാണ്, ഇസ്ലാം എന്നത് സമഗ്ര ഭാവനയുള്ളതാണ്. പാർട്ടിക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ. പാർട്ടി തഹസുസിന്റെ, സ്പെഷ്യലൈസേഷന്റെ കാലത്ത് ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തുനീഷ്യ പോലുള്ള ഒരു രാഷ്ട്രീയമായ സ്ഥിരത ആവശ്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ഏകോപിപ്പിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ദാവത്ത് പോലുള്ള, ഇസ്ലാഹ് പോലുള്ള ഇങ്ങനെ മതകീയ ആചാരങ്ങളും പ്രചാരങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ള സംഘടനകൾ ഏറ്റെടുക്കുകയും അന്നഹദ പാർട്ടിക്ക് കൂടുതലായും അത് അവിടുത്തെ തുനീഷ്യയിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നേതൃത്വം വഹിക്കാൻ പറ്റുന്ന റോളിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ ഒരു മാറ്റമാണ് 2016 അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങളിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. അത് സ്വാഭാവികമായും ഈ 2016 മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫഹ്മി ഹുവൈദി അടക്കമുള്ള ലോകത്തെ ഇസ്ലാമിക ലോകത്ത് നല്ലൊരു ശതമാനം ആൾക്കാർ സ്വാഗതം ചെയ്യുകയും, എന്നാൽ മറ്റു ചില ആൾക്കാർ, അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇസ്ലാമിസം എന്നോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പദം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക സംഘടനകളുടെ രാഷ്ട്രീയ ഇടപെടലുകളെ വിമർശനാത്മകമായി കാണുന്ന ആൾക്കാർ അതിനൊരു അന്ത്യമായി കണ്ടതും ഈ രണ്ട് വായനകൾ അന്ന് നിലവിൽ വന്നു. പക്ഷെ രണ്ടാമത്തെ വായനയെ റാഷിദ് ഖന്നൂഷിയോ അന്നഹദ പാർട്ടിയോ തള്ളിക്കളയാണ് ചെയ്തത്. പക്ഷേ ഇത് അവരുടെ ഒരു താത്വികമായ വിശകലനമാണെങ്കിൽ പോലും ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നഹദ പാർട്ടിയുടെ അവരുടെ പ്രചരണങ്ങളിലും ഇതിലുമെല്ലാം അവരുടെ പരിപാടികളിലും സ്വാഭാവികമായും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം മുസ്ലിം വിഷയങ്ങൾ ഇന്നും അതേപടി തന്നെ പഴയതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു മാറ്റത്തെ, അതായത് ഒരു ഇസ്ലാം എന്നുള്ള വിഷയത്തെ കൂടുതൽ സാമൂഹ്യ രാഷ്ട്രീയ വിഷയത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം ഒരു രാഷ്ട്രീയ മേഖലയിലുള്ള ചർച്ചകൾ കൈകാര്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുന്നതിന് അദ്ദേഹത്തിന്റെ സംഘടനയുടെ തന്നെ പരിവർത്തനത്തെ, ഒരു കാലികമായി ടൈം ടു ടൈം പരിവർത്തനത്തെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആദ്യം അൽ ഹറക്ക ഇസ്ലാമിയ എന്നാണ് അന്നഹദ പാർട്ടി രൂപീകരിക്കുന്നത്, ആ പേരിലാണ് രൂപീകരിക്കുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, സെക്യുലറിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ശക്തമായി ചെറുക്കുകയും ഇസ്ലാമിക അവബോധം മുസ്ലിം സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയ ബോധത്തെ ഉണർത്തുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു പ്രബോധന വിങ് എന്ന നിലയിൽ തന്നെയാണ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് ജബഹത്തുൽ ഇസ്ലാമി, ഇത്തിജാഹുൽ ഇസ്ലാമി എന്ന ഇസ്ലാമിക് ഫ്രണ്ട്, ഹറക്കത്ത് ഇത്തിജാഹുൽ ഇസ്ലാമി എന്ന പേരിൽ ഇസ്ലാമിക് ഫ്രണ്ട് എന്ന നിലയിൽ ഒരു റെസിസ്റ്റന്റ് മൂവ്മെന്റ് എന്ന നിലയിൽ, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ റെസിസ്റ്റന്റ് മൂവ്മെന്റ് എന്ന നിലയിൽ രണ്ടാം ഘട്ടമായി മാറുന്നുണ്ട്. അവസാനമാണ് 80-കൾക്ക് ശേഷം അന്നഹദ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുഖമുള്ള എന്നാൽ ഇസ്ലാമിക് ഫ്രെയിംവർക്കുള്ള ഒരു പശ്ചാത്തലത്തിൽ അന്നഹദ പാർട്ടി രൂപീകരിക്കുന്നത്. ഈ ഒരു മാറ്റം പോലും അതിന്റെ ഒരു തുടർച്ചയാണ് 2017 തങ്ങളുടെ അന്നഹദ സ്വീകരിച്ച ഈ ഒരു ഇസ്ലാമിക അവരുടെ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം, സംഘടനാ വിഷയത്തിലടക്കം ഇസ്ലാമിക കാര്യങ്ങളിൽ നിന്ന് മാറ്റുകയും രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്നത് എന്ന് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഈ 2016 ശേഷം വീണ്ടും അടുത്ത ഇലക്ഷൻ ഉണ്ടാവുന്നത് 2018
2018 എത്തുന്നതോട് കൂടി മറ്റൊരു മാറ്റമാണ് ഉണ്ടാവുന്നത്. അതായത് നിദാ തുനീസ് എന്ന് വിളിക്കപ്പെടുന്ന ആ സബ്സിയുടെ ഭരണകൂടം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് പുതിയ ഭരണകൂടം രൂപീകരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിദാ തുനീസ് എന്ന് വിളിക്കപ്പെടുന്ന സംഘടനയിൽ നിന്ന് കൽബെ തുനീസ് എന്ന് പറയുന്ന സംഘടന വേർപെട്ടു നിന്നു. അതായത് നിദാ തുനീസ് വിഭജിക്കപ്പെടുകയും കൽബെ തുനീസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു സംഘടനയ്ക്ക് അന്ന്, അത് മുനിസിപ്പൽ ഇലക്ഷന്റെ ഒരു പശ്ചാത്തലത്തിലാണ്, അതിനു മുമ്പ് തന്നെ, അതായത് ഈ മുനിസിപ്പൽ ഇലക്ഷനിൽ അന്ന് സ്വാഭാവികമായും ഇവർക്ക് നല്ലൊരു പവറൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നിദാ തുനീസിന് 22% കിട്ടുകയും അതുപോലെ തന്നെ അന്നഹദ പാർട്ടിക്ക് 28% കിട്ടുകയും ഇൻഡിപെൻഡന്റ് ശക്തികൾക്ക് മുനിസിപ്പൽ ഇലക്ഷനിൽ ഇൻഡിപെൻഡന്റ് ശക്തികൾക്ക് 32%. ഈ ഒരു മാറ്റം 2018 നിദാ തുനീസ്, അന്നഹദ പാർട്ടി, ഇൻഡിപെൻഡന്റ്, ഈ 3 വിഭാഗങ്ങളുടെയും ഇലക്ഷനിലെ പങ്കാളിത്തം മറ്റൊരു മാറ്റത്തിന് കാരണമായി. അതായത് നിദാ തുനീസ് 2ാം വരികയും അന്നഹദ പാർട്ടി 1ാമതായി വരികയും, എന്നാൽ ഈ 2 പാർട്ടികളെക്കാളും കൂടുതൽ വോട്ട് ഇൻഡിപെൻഡൻസിന് കിട്ടുകയും ചെയ്തു, 32%. ആ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതായത് 3ാമതായി നിദാ തുനീസ്, ഭരിച്ചിരുന്ന പാർട്ടി 3ാമതായി മാറുന്ന ഒരു സാഹചര്യവും മുനിസിപ്പൽ റവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. പൊതുവെ തുനീഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വീഴ്ചയാണ്. ഒരുപാട് കുറവാണ്. ഇപ്പൊ മുനിസിപ്പൽ ഇലക്ഷനിലാവട്ടെ 35-35% പല വോട്ടിംഗ് ശതമാനം അധികവും 50-ൽ താഴെയാണ് വോട്ടിംഗ് ഉണ്ടാവുന്നത്. ഇതുപോലും ജനങ്ങളുടെ അവിടുത്തെ രാഷ്ട്രീയ ക്രമത്തിലുള്ള ഒരു ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത അഴിമതിയുടെ അടക്കമുള്ള ഭരണവ്യവസ്ഥ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഭരണകൂടം ഉണ്ടാവുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൗണ്ട് കേൾക്കുന്നത്. Happy birthday to you. सलमान को ഓക്കെ. 2018 മുനിസിപ്പൽ ഇലക്ഷനില് 2018 മുനിസിപ്പൽ ഇലക്ഷനില് നടന്ന ഈ മാറ്റം, അത് അവിടുത്തെ രാഷ്ട്രീയത്തെ ഒരുപാട് വീണ്ടും സങ്കീർണമാക്കി മാറ്റി എന്നുള്ളതാണ്. പിന്നീട് 2009 പ്രധാനമായി ഇലക്ഷൻ ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിദാ തുനീസിൽ നിന്ന് ഒരു പുതിയ പാർട്ടി രൂപപ്പെടുകയും കൽബെ തുനീസ് എന്ന ഒരു സംഘടന വരികയും ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ നബീൽ ഖുറവി എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കച്ചവടക്കാരനും ഒരു രാഷ്ട്രീയക്കാരനുടെ നേതൃത്വത്തിലാണ് ആ സംഘടന രൂപപ്പെടുന്നത്. ഒരുപാട് അഴിമതി കേസൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും 2019 ഇലക്ഷനിലാണ് ആദ്യമായി കൈസ് എന്ന് വിളിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ ഇലക്ഷനിൽ പങ്കെടുക്കുകയും, കൈസ് സയ്യിദ് ഇലക്ഷനിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ഷനിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് അന്നഹദ പാർട്ടിയുടെ അബ്ദുൽ ഫത്താഹ് മോറോയും മത്സരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം 3ാം സ്ഥാനക്കാരനായി പിന്തള്ളപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ കൈസിന്റെ പാർട്ടിക്ക് അദ്ദേഹം ഇലക്ഷൻ നിൽക്കുകയും അദ്ദേഹത്തിന് ഏകദേശം 52 സീറ്റോളം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 52 സീറ്റോളം ലഭിക്കുകയും, അതുപോലെ തന്നെ ഈ കൽബെ തുനീസിന് 38% സീറ്റ് ലഭിക്കുകയും നഹദ പാർട്ടി പിന്തള്ളുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് നഹദ പാർട്ടിയും കൈസും ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു അലയൻസ് ആണ് പിന്നീട് രൂപീകരിക്കപ്പെട്ടത്. ഇതാണ് തുനീഷ്യയിലെ ഒരു രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു ചരിത്രം. പക്ഷേ ഇതിന്റെ ഇടയിലൊക്കെ ചെറുതും വലുതുമായി 9ഓളം ഭരണകൂടങ്ങളാണ്, 9ഓളം ഗവൺമെന്റുകളാണ് 2011 മുതൽ ഈ 2021 വരെയുള്ള സാഹചര്യത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് നടക്കുന്നത്? നമ്മുടെ ഈ ചർച്ചകളുടെയൊക്കെ ആദ്യത്തെ മെയിൻ കാരണം കൈസ് സയ്യിദ് അദ്ദേഹം ഈ ജൂലൈ 25-ാം തീയതി അദ്ദേഹം പാർലമെന്റ് എന്ത് ചെയ്തു? മുഴുവൻ ഡിസ്മിസ് ചെയ്തു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ അദ്ദേഹം പിരിച്ചുവിട്ടു. അതുപോലെ
രാജ്യത്ത് എമർജൻസി പ്രഖ്യാപിച്ചു. ഇതിനൊരു സാഹചര്യം ഒരുങ്ങുന്നത് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഒരുപാട് പേർ മരിക്കുന്നു, ഹൈ റേറ്റ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അഴിമതിയെ തുടച്ചു നീക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നേരത്തെ അൺഎംപ്ലോയ്മെന്റ് സജീവമായി. ഇതിന്റെ പേരിൽ ധാരാളം പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. ചില ഭാഗങ്ങളിൽ വയലൻസ് ഉണ്ടായി. കോവിഡിന്റെ വാക്സിനേഷൻ വിതരണ ഭാഗത്തിൽ അവിടെ സ്റ്റാമ്പേഡുകൾ ഉണ്ടാവുകയും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പേരിൽ നാട്ടുകാർക്കിടയിൽ വയലൻസ് ഒക്കെ ഉണ്ടായപ്പോൾ ഈ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ് കൈസ് സയീദ് ഭരണകൂടത്തെ ഡിസ്മിസ് ചെയ്യുകയും പ്രധാനമന്ത്രി ഇല്ലാതാക്കുകയും മുഴുവൻ അധികാരം തന്നിലേക്ക് വരികയും അത് ഇനി ഒരു 30 മാസത്തേക്ക് അദ്ദേഹം എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൈസ് സയീദ് പറയണത് ഞാനൊരു ഒരു എമർജൻസി പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രത്തെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഇതിന് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ തുനീഷ്യയിലെ ബാക്കിയുള്ള അന്നഹദ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ ക്ഷോഭത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. ആദ്യം ഭരണഘടനാ വിരുദ്ധമെന്നും പട്ടാള അട്ടിമറിയുമെന്നുമാണ് റാഷിദ് ഖന്നൂഷി ഇതിനോട് പ്രതികരിച്ചത്. അതിന്റെ പേരിൽ അദ്ദേഹം പ്രക്ഷോഭം നടത്താനും പ്രതിഷേധം നടത്താനും ഒക്കെ പറയുകയും പോലീസുമായിട്ടുള്ള കശപിശകൾ ഉണ്ടാവുകയും വയലൻസ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ പിന്നീട് തന്നെ റാഷിദ് ഖന്നൂഷി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പോളിസി മാറ്റുകയും പാർട്ടി പോളിസി മാറ്റുകയും ഈ എമർജൻസി കാലഘട്ടം ഒരു രാഷ്ട്രത്തിന്റെ റിഫോമിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂപ്പ് എന്നുള്ള പദപ്രയോഗങ്ങൾ, അതായത് പട്ടാള അട്ടിമറി എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ തിരുത്താനും അദ്ദേഹത്തിന്റെ നിലപാട് ഒന്ന് ലഘൂകരിക്കാനും സോഫ്റ്റൻ ആക്കാനും അദ്ദേഹം ശ്രമിച്ചു. അതൊരു വലിയൊരു മാറ്റമാണ്. കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം അത് അങ്ങനെ മാറ്റിയെന്നുള്ളത് മീഡിയ പണ്ഡിറ്റുകൾ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയണത് അന്നഹദ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു രീതി ഭരണകൂടവുമായി പരമാവധി കോൺഫ്രണ്ടേഷനിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോ ചുറ്റുപാടുമുള്ള ഈ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളോ വെസ്റ്റ് ആഫ്രിക്കൻ ഭാഗങ്ങളുള്ള അവിടുത്തെ സംഘടനകൾ ഇലക്ഷൻ വരികയും എന്തെങ്കിലും പ്രശ്നം വരികയും ചെയ്യുമ്പോൾ ഭരണകൂടമായി ഇടങ്ങി അവിടെ കലാപങ്ങളിലേക്കും രക്തരൂക്ഷിതമായ പ്രശ്നങ്ങളിലേക്കും മാറുന്ന ഒരു സാഹചര്യമൊക്കെ മുമ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അന്നഹദ പാർട്ടി രൂപീകരിച്ച ഒരു ആശയം സ്ട്രാറ്റജി തന്നെയാണ് പരമാവധി എന്ത് ചെയ്യുക, പൊളിറ്റിക്കൽ കോൺഫ്രണ്ടേഷൻ, അതിൽ നിന്ന് പിന്മാറി നിൽക്കുക എന്നുള്ളൊരു ആശയം അന്നഹദ പാർട്ടി പൊതുവെ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഈ ഒരു പിന്മാറിയിട്ടുണ്ട്, വല്ലാണ്ട് പ്രശ്നങ്ങൾ പോകുന്നില്ല. ഇപ്പോൾ കൈസുമായി ഒരു ചർച്ചകളൊക്കെ ഒരുങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് അന്നഹദ പാർട്ടി. കാരണം അന്നഹദ പാർട്ടി എന്ന് പറയാൻ കാരണം അവിടുത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അന്നഹദ പാർട്ടിയാണ് ഭരണകൂടത്തിലുള്ളത്. പിന്നെ ആദ്യം പാർലമെന്റിനെ ഇല്ലാതാക്കിയെങ്കിൽ പോലും അന്നഹദ പാർട്ടി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പൊ സോഫ്റ്റൻ ആക്കിയത് ഈ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് പകരം അവരുടെ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ തുനീഷ്യയുടെ രാഷ്ട്ര പുരോഗതിക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഈ ഒരു സാഹചര്യത്തെ സ്വീകരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലാണ്. പക്ഷേ അന്നഹദ പാർട്ടിയിലുള്ള ഈ നയമാറ്റം പാർട്ടിക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അൽ ജസീറ പോലുള്ള പത്രങ്ങൾ നോട്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഖന്നൂഷി അടക്കമുള്ള ഭരണകൂട നേതൃത്വങ്ങളാണ്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമാണ്, അവർ മറുപടി പറയണമെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ അൽ ജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുവാൻ കഴിയും. അപ്പം ഇങ്ങനെ ഒരു സമകാലിക സാഹചര്യത്തിലാണ് ഇപ്പൊ തുനീഷ്യയിലുള്ളത്. സ്വാഭാവികമായും അന്നഹദ അവരുടെ പൊതുവായ സമീപനം എന്ന നിലയിൽ ഭരണകൂടവുമായും അല്ലെങ്കിൽ കൈസുമായും അനുരഞ്ജന ചർച്ചകൾക്ക് തയ്യാറാവുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭരണകക്ഷികളെയും പാർട്ടികളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സമവായത്തിലേക്കും സമന്വയത്തിലേക്കും നീങ്ങേണ്ടത് അനിവാര്യമാണ്. ആ ഒരു നിലപാടാണ് ഇതുവരെയും റാഷിദ് ഖന്നൂഷിയും അന്നഹദ പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ ഒരു കോൺഫ്രണ്ടേഷനിലേക്ക്, ഒരു റെസിസ്റ്റൻസിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് സ്വാഭാവികമായും തുനീഷ്യയുടെ രാഷ്ട്രീയ ഭാവി ബാക്കിയുള്ള ഉത്തരാഫ്രിക്കൻ വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളെ പോലെ മറിയും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.